ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രേഡിങ്ങിന് ശേഷം US ചൈന താരിഫ് ടോക്ക് നടക്കാൻ പോവാണ്. അതിനു മുമ്പ് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് ബൈ ചെയ്യാനാണ്. ഇന്ത്യയിലാണെങ്കിൽ ഒരു ഇൻസൈഡർ ട്രേഡിംഗ് വയലേഷനാണ്. പക്ഷേ അമേരിക്കയിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഇത്തരത്തിലുള്ള മൂവ്മെൻ്റാണ് നടക്കുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ ടോക്കിന് മുമ്പ് സ്റ്റോക്ക് ബൈ ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാത്ത പ്രതിഭാസങ്ങളാണ്. US-ഉം UK-യും തമ്മിൽ ഇന്നലെ താരിഫ് ഡീൽ സൈൻ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ US-ഉം ചൈനയും തമ്മിൽ അടുത്ത ദിവസങ്ങളിൽ താരിഫ് ഡീൽ സൈൻ ചെയ്തേക്കുന്നുള്ള റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും മുമ്പ് പ്രഖ്യാപിച്ച താരിഫുകളൊക്കെ കുറവ് വരുത്തുന്നുള്ള റിപ്പോർട്ടുകളാണ്. അതുതന്നെയാണ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഇൻഡിക്കേഷനും. ഒപ്പം നമ്മൾ മറ്റ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് മെജോറിറ്റി മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഏഷ്യ ബെറ്റർ ആയിരുന്നു. നമ്മൾ ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും അതിർത്തിയിലത്തെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്നലെ അവസാനത്തെ മണിക്കൂറുകളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ സെൽ ഓഫ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയാണ്. അതോടൊപ്പം തന്നെ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ നല്ല രീതിയിൽ താഴെ വന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $3,311 പെർ ഔൺസിനാണ്. UK താരിഫ് ഡീലിന് ശേഷമാണ് ഗോൾഡിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ കണ്ടത്. ഒപ്പം ചൈന US താരിഫ് ഡിസ്കഷൻ ആരംഭിക്കുന്നു. ഗോൾഡിനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡോളറൈസേഷൻ്റെ ഭാഗമായിട്ട് ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ഡോളറിൽ നിന്ന് മാറി ഗോൾഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഗോൾഡ് ETF-ലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയാണ്. ഒരുപക്ഷെ അടുത്ത 1-2 മാസമൊക്കെ ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് മാറിയേക്കാം. അത് കഴിഞ്ഞാൽ ഗോൾഡ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ്. മറ്റ് കമോഡിറ്റികളെല്ലാം നോക്കുകയാണെങ്കിൽ ഇന്നലെ അലുമിനിയം ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. മോർണിംഗിലും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ കമോഡിറ്റികളും ബ്രന്റ് ക്രൂഡ് ഓയിൽ ഒഴികെ എല്ലാ കമോഡിറ്റികളും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് ആയിട്ട് ഇന്നലെ താഴെ പോയിരുന്നു. 85.72 ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. 85.6 ലെവലിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ ADRകളെല്ലാം തന്നെ ഇന്നലെ താഴെയായിരുന്നു. 1.5% മുതൽ 4.5% വരെ താഴെയാണ് ഇന്നലെ അമേരിക്കയിൽ ഇന്ത്യൻ ADRകൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 2,007.96 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 596.25 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ സെല്ല് ചെയ്തിട്ടുണ്ട്. Q4 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ് 20 കൊല്ലത്തിലെ ലോവസ്റ്റ് ആനുവൽ റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോമ്പറ്റീഷൻ തന്നെയാണ്. ബിർള ഗ്രാസിമിൻ്റെ പെയിൻറ്റ് കമ്പനിയിൽ നിന്നുള്ള കോമ്പറ്റീഷനാണ് ഇത്തരത്തിലുള്ള ഇറോഷൻ വന്നിരിക്കുന്നത് ഏഷ്യൻ പെയിൻറ്റിൻ്റെ പെർഫോമൻസിൽ. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫർദർ വലിയ രീതിയിലുള്ള ഫാളൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള അപ്പോഴും മൊമെൻറ്റം നമുക്ക് ഏഷ്യൻ പെയിൻറ്റിൽ കാണാനായിട്ട് സാധിക്കില്ല. ഒപ്പം മറ്റ് റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ എക്സലൻറ്റ് Q4 റിസൾട്ട് പോസ്റ്റ് ചെയ്തിട്ടിരിക്കും. പിന്നെ REC ആണ്. നെറ്റ് NPA താഴെ വന്നിരിക്കുന്നു. മാർച്ച് 2026 കൂടി 0 NPA ആവുമെന്നാണ് പറയുന്നത്. REC നല്ല ഡിവിഡൻഡ് ഈൽഡുള്ളൊരു കമ്പനിയും കൂടിയാണ്. ബയോകോൺ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു റിസൾട്ട്. ടൈറ്റൻ കല്യാണൊക്കെ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. ജിൻഡാൽ സ്റ്റെയിൻലെസ് നെറ്റ് പ്രോഫിറ്റ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ US താരിഫ് ഇഷ്യൂവിൽ ഹ്യൂജ് ഗ്രോത്ത് ആണ്, എക്സ്പോർട്ട് ഗ്രോത്ത് ആണ് അടുത്ത വർഷങ്ങളിൽ ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് ലോങ് റണ്ണിൽ ജിൻഡാൽ സ്റ്റീലിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, യൂണിയൻ ബാങ്ക് ഒക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു റിസൾട്ടുകൾ വന്നിട്ടുള്ളത്. M&M ഫിനാൻസിൻ്റെ റൈറ്റ് ഇഷ്യൂ 194 രൂപ പെർ ഷെയർ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 1:8 ആണ് റേഷ്യോ വരുന്നത്. 8 ഷെയറിന് 1 ഷെയറാണ് വരുന്നത്. മെയ് 14 റെക്കോർഡായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നമ്മൾ ഇതുവരെയുള്ള കോർപ്പറേറ്റ് പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി അബവ് എക്സ്പെക്റ്റേഷനാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സൊക്കെ ഈ റിസൾട്ടുകൾ അനലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് നിഫ്റ്റിയുടെ ടാർഗറ്റ് December 31, 2025 26,000 തീർച്ചയായിട്ടും കറണ്ട് ലെവലിൽ നിന്നുള്ള നല്ലൊരു അപ്രീസിയേഷനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം നമ്മുടെ ബോർഡർ ഇഷ്യൂ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലോകം കാണുകയാണ് ഇന്ത്യയുടെ സ്ട്രെങ്ത്ത്, ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ
കഴിവ്, അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയുടെ കരുത്ത്. തീർച്ചയായിട്ടും ഇന്ത്യൻ ആർമിക്കാണ് നമ്മൾ സല്യൂട്ട് പറയേണ്ടത്. ബോർഡറിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാലും ഇന്ത്യൻ ആർമി അത് ഓവർകം ചെയ്യാൻ തയ്യാറാണെന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് നമ്മുടെ ഇതുവരെയുള്ള ബോർഡർ ഇഷ്യൂസിലുള്ള സംഘർഷം സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ധാരാളം കമ്പനികൾ, ഡിഫൻസ് റിലേറ്റഡ് കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റുകളുടെ പെർഫോമൻസ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സംഘർഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിലുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ വിമാന വാഹിനി കപ്പലായ INS വിക്രാന്ത് വലിയ ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഡാനി ഡിഫൻസിൻ്റെ ഒരു പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. സ്കൈ സ്ട്രൈക്കേഴ്സ് ഡ്രോണുകളെ കുറിച്ച് വരുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്ന അഡാനി ഡിഫൻസിൻ്റെ അണ്ടറിലുള്ള ആൽഫ ഡിസൈനും ഇസ്രായേൽ ബേസ്ഡ് ആയിട്ടുള്ള എൽബിറ്റ് സെക്യൂരിറ്റി സിസ്റ്റംസും കൂടിയാണ്. അപ്പോൾ അഡാനി എൻ്റർപ്രൈസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഭാവിയിൽ അഡാനി എൻ്റർപ്രൈസിൽ നിന്ന് ഡീമർജ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കമ്പനിയും കൂടിയാണ് അഡാനി ഡിഫൻസ്. അതിൻ്റെ അണ്ടറിലുള്ള ആൽഫ ഡിസൈൻസിൻ്റെ പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ മറ്റ് ഡിഫൻസ് കമ്പനികളുടെ ധാരാളം പ്രൊഡക്റ്റുകളൊക്കെ ഈ വാറിൽ, ഈ സംഘർഷത്തിൽ നമ്മുടെ ഡിഫൻസ് കമ്പനികൾ യൂസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കമ്പനികളെ സംബന്ധിച്ച്, ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ അടുത്ത 2-3 ദിവസത്തേക്കും കൂടി മാർക്കറ്റിൽ വോളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന പോലെ അറ്റ് മണി നിഫ്റ്റി പുട്ട് ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് പുട്ട് ഓപ്ഷൻ നല്ല പ്രോഫിറ്റബിലിറ്റിക്ക്, നല്ല പ്രോഫിറ്റബിൾ പൊസിഷനായി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഒപ്പം തങ്ങൾ അടുത്ത 2-3 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കരുതി വെച്ചിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ 25% ഇന്നു മുതൽ വാങ്ങിത്തുടങ്ങാം. കാരണം നമ്മുടെ ആർമിയുടെ സ്ട്രെങ്ത്ത്, അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിയുടെ സ്ട്രെങ്ത്ത് ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ അടുത്ത 2-3 ദിവസത്തെ വോളാറ്റിലിറ്റിക്ക് ശേഷം വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ബി എ ലോങ് ടേം ഇൻവെസ്റ്റർ. ഒരു ഡിസപ്പോയിൻമെൻറ്റും ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് വേണ്ട. നമ്മുടെ സ്ട്രെങ്ത്ത് അത്രയ്ക്കുണ്ട്. അത് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും തിരിച്ചറിയണം. നല്ല കമ്പനികൾ, നല്ല Q4 റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികൾ, അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സലൻറ്റ് പെർഫോമൻസും ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന എമൗണ്ടിൻ്റെ 25% ഇന്നു മുതൽ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.